ചേലാകർമ്മത്തിന് നേരെ മുഖം തിരിച്ചു ബാലാവകാശ കമ്മീഷൻ. ചേലാകർമ്മം ഇസ്ലാമികമല്ല എന്നും ബാലാവകാശ ലംഘനമാണ് എന്നും ചൂണ്ടിക്കാട്ടി സമർപ്പിച്ച ഹർജിയിൽ നടപടിയെടുക്കാതെ തുടരുകയാണ് സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ. ബാലുശ്ശേരി സ്വദേശിയായ അഡ്വക്കേറ്റ് അബ്ദുള്ള ഷഫീഖ് അലിയാണ് തെളിവുകൾ സഹിതം കമ്മീഷന് മുന്നിൽ പരാതി നൽകിയത്. സുന്നി, മുജാഹിദ്, ജമാഅത്തെ ഇസ്ലാമി തുടങ്ങിയ മതസംഘടനകളെ എതിർകക്ഷിയാക്കിയാണ് ഹർജി നൽകിയത്. അനാചാരമായ സതി നിർത്തലാക്കിയതുപോലെ സുന്നത്തും നിർത്തലാക്കണം എന്നാണ് പരാതിയിൽ അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നത്. വിഷയം അധികാര പരിധിയിൽ വരുന്നതല്ല എന്നും അതിനാൽ തള്ളുന്നു എന്ന വിചിത്രമായ മറുപടിയാണ് കമ്മീഷൻ നൽകിയിരിക്കുന്നത്. പ്രവാചകൻ 80ാമത്തെ വയസ്സിലാണ് ചേലാകർമ്മം ചെയ്തത് എന്ന് അഡ്വക്കേറ്റ് അബ്ദുള്ള ഷഫീഖ് അലി പറഞ്ഞു. ദൈവം ഏറ്റവും നല്ല രീതിയിലാണ് മനുഷ്യനെ സൃഷ്ടിച്ചത് എന്നാണ് ഖുർആൻ പറയുന്നത്. തിരിച്ചറിവില്ലാത്ത പ്രായത്തിൽ ദൈവസൃഷ്ടിക്ക് കോട്ടം വരുത്തുന്നത് ഒരു കുഞ്ഞിനോട് ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂരതയാണ്. ഇക്കാര്യങ്ങളെല്ലാം വിശദമായി ചൂണ്ടിക്കാട്ടിയാണ് കമ്മീഷന് പരാതി നൽകിയത്. എന്നാൽ അതൊന്നും മുഖവിലക്കെടുക്കാതെ കമ്മീഷൻ അത് തള്ളുകയായിരുന്നു. കാക്കൂരിൽ ചേലാകർമ്മം നടത്തിയതിന് പിന്നാലെ 2 മാസം പ്രായമായ കുഞ്ഞു മരിച്ച സംഭവത്തിൽ ക്ലിനിക്കിനെതിരെ പോലീസ് കേസെടുത്തിരുന്നു. ചേലാകർമ്മം നടത്തിയ കാക്കൂരിലെ സ്വകാര്യ ക്ലിനിക്കിനെതിരെയാണ് കേസ്. ചേളന്നൂർ സ്വദേശി ഷാദിയുടെയും ഫറോക്ക് സ്വദേശി ഇംതിയാസിന്റെ മകനാണ് മരിച്ചത്. അനസ്തേഷ്യ നൽകിയതിനെ തുടർന്ന് കുഞ്ഞിന് ശാരീരിക അസ്വസ്ഥത അനുഭവപ്പെട്ടു. ക്ലിനിക്കിൽ ആ സമയത്ത് പീഡിയാട്രീഷ്യൻ ഉണ്ടായിരുന്നില്ല. തുടർന്ന് ശിശുരോഗ വിദഗ്ധനുള്ള ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ മാതാപിതാക്കളുടെ ആശുപത്രി അധികൃതർ നിർദ്ദേശിച്ചു. ഉടൻ തന്നെ കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരണം സംഭവിച്ചിരുന്നു. സംഭവത്തിൽ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു. കുടുംബം നൽകിയ പരാതിയിലാണ് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചത്. ഞായറാഴ്ച രാവിലെയാണ് കുട്ടിയെ കാക്കൂരിലെ സ്വകാര്യ ക്ലിനിക്കിൽ എത്തിച്ചത്. ചേലാകർമ്മം നടത്തിയതിനെ തുടർന്നാണ് കുട്ടി മരണപ്പെട്ടത്. ലോകമെമ്പാടുമുള്ള സംഘടനകളും ക്ലബ്ബുകളെയും സഹകരിപ്പിച്ചുകൊണ്ട് ചേലാകർമ്മത്തിനെതിരെ പ്രവർത്തിക്കാനാണ് ഐക്യരാഷ്ട്രസഭയുടെ ആഹ്വാനം. ആരോഗ്യ പ്രവർത്തകർ, നിയമപാലകർ, മത നേതാക്കൾ, സാമൂഹിക പ്രവർത്തകർ തുടങ്ങി താഴെത്തട്ടിലുള്ള സംഘടനകളിലെ പുരുഷന്മാരുടെ തന്നെ നേതൃത്വത്തിൽ പ്രവർത്തനം ഏകോപിപ്പിക്കുന്നതിലൂടെ നേട്ടം കൈവരിക്കാനാകും എന്നാണ് കണക്കുകൂട്ടൽ. ഇത് സ്ത്രീകളുടെയും പെൺകുട്ടികളുടെയും സംരക്ഷണത്തിലേക്ക് പുതിയ കാൽവെപ്പിന് വഴിയൊരുക്കും. നവമാധ്യമങ്ങളിൽ പ്രചാരണം നടത്താനും ആഹ്വാനമുണ്ട്. UNFPA, UNICEF സംയുക്തമായി 2008 മുതൽ സ്ത്രീകളുടെ ചേലാകർമ്മം നിർത്തലാക്കുന്നതിനായി പ്രചാരണങ്ങൾക്ക് നേതൃത്വം നൽകി വരുന്നു. വർഷങ്ങൾ നീണ്ടുനിന്ന പ്രവർത്തനങ്ങളിലൂടെ വലിയൊരളവ് പുരോഗതി കൈവരിക്കാൻ സാധിച്ചിട്ടുണ്ട്. 6 ദശലക്ഷത്തിലധികം പെൺകുട്ടികൾക്കും സ്ത്രീകൾക്കും ചേലാകർമ്മവുമായി ബന്ധപ്പെട്ട പ്രതിരോധവും സംരക്ഷണവും പരിചരണവും നൽകാൻ സാധിച്ചു. 45 ദശലക്ഷം ആളുകൾ ചേലാകർമ്മം ഉപേക്ഷിക്കുമെന്ന് പരസ്യ പ്രഖ്യാപനം നടത്തി. 5,32,158 പെൺകുട്ടികൾ ചേലാകർമ്മത്തിന് വിധേയമാക്കുന്നതിൽ നിന്ന് തടയാൻ കഴിഞ്ഞതായും റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു. ഇതൊരു ഇസ്ലാമിക ആചാരമല്ല. ഇതിനെക്കുറിച്ച് ഖുർആനിൽ എവിടെയും പ്രതിപാദിച്ചിട്ടുമില്ല. ഇത് മുസ്ലിങ്ങളുടെ ഇടയിൽ മാത്രം കണ്ടുവരുന്ന ഒരു ആചാരമല്ല താനും. ചില രാജ്യങ്ങളിൽ ക്രിസ്ത്യാനികളും യഹൂദന്മാരും അനീമിസ്റ്റ് വിഭാഗക്കാരും ഇത് പിന്തുടരുന്നുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ. ലോകത്തെ 41 രാജ്യങ്ങളിൽ പെൺ ചേലാകർമ്മം നിയമവിരുദ്ധമാണ്. ഇന്ത്യയിൽ ഇതിനെതിരെ നിലവിൽ ഒരു നിയമവും ഇല്ല എന്നാണ് അറിയുന്നത്. പക്ഷേ ആഗോള വ്യാപകമായി പെൺ ചേലാകർമ്മത്തിനെതിരെ വലിയ പ്രതിഷേധം നിലനിൽക്കുന്നുണ്ട്. ആ അവസരത്തിലാണ് ഈ അനാചാരത്തെ പ്രബുദ്ധം എന്ന് ന്യായീകരിക്കപ്പെടുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.